ഹായ് കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? സുഖമാണോ? സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഇന്ന് ഇച്ചിരി ബീഫ് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നോമ്പുകാലാണ്, എന്നാലും കുറച്ച് അതിനെന്ന് വെച്ചാൽ മോൻ വന്നു കഴിഞ്ഞിട്ട് ഇതുവരെ മോന് ഞാൻ ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല. ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി ഇറച്ചി മേടിച്ചു, 1 കിലോ ഇറച്ചി മേടിച്ചു. അതെങ്ങനെ കറി വെക്കുന്നതെന്ന് കുഴമ്പനായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്തുകൊണ്ട് ഞാനത് ഉണ്ടാക്കുക. അപ്പോൾ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ ബീഫും മോൻ മുറിച്ച് തന്നെല്ലാം കുക്കറിൽ വെച്ചേക്കുക. ഒന്നായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്നിച്ച് പോയി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം എൻ്റെ കൂടെ വരുമല്ലേ, നമുക്ക് ഒന്നിച്ച് പോയി വെക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ബീഫ് വെന്തോ നോക്കാം. വെന്തോട്ടോ. നമുക്കിതിന് മസാല ആക്കാം. മസാല ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചോട്ടോ. നന്നായിട്ട് ചൂടായി എണ്ണ ഒഴിക്കാം. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിടാം. കടുക് പൊട്ടി വരുന്ന ആയില്ല. എണ്ണ ഒഴിച്ച പുറകെയില്ല ഞാൻ കടുകിട്ടെ. ചൂടാകുന്നില്ല, തീ കുറച്ച്. അതിലേക്ക് നമുക്ക് പൊട്ടി വരുമ്പോൾ തന്നെ ഒരു ലേശം ഉലുവ ഇടണം കേട്ടോ. നമ്മൾ എന്ത് കറി വെക്കുവാണെങ്കിലും, ഇറച്ചിയൊക്കെ കറി വെക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു ലേശം ഉലുവ ഇടണം കേട്ടോ. എന്നാൽ അത് പ്രത്യേക ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ ഉലുവ ഇടുവാണ്. ചടപറാന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് പെരുംജീരകം ഇടും. കടിച്ചു മുറിക്കാനൊക്കെ ഒരു പെരുംജീരകം ഒരു ടേസ്റ്റ് വേണ്ടേ. അന്നേരം അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്തി അരിഞ്ഞ് വെച്ച്, പിന്നെ ഉള്ളി, സവാള അരിഞ്ഞ് വെച്ചാണ്. ഞാൻ അരിഞ്ഞ ഇതിൽ തന്നെ വെച്ച്, വേറെ പാത്രമൊന്നും എടുത്തില്ല, എന്നാൽ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് ഇത് ശരിക്കും വാട്ടി എടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ഉള്ളി വാടി. ഇനി കരിവേപ്പില ഇടാം. കരിവേപ്പില ഇട്ടിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞു സാധനങ്ങൾ, പച്ചമുളക് ചെറുതായി വരുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളീൻ്റെ കുഞ്ഞതാണ് എടുത്ത് അരിഞ്ഞിട്ട് ഇഞ്ചി നീളത്തിലാട്ടോ അരിഞ്ഞത്. അത് കാണിച്ചില്ലല്ലോ എൻ്റെ കൂട്ടുകാരൻ. ഇതേപോലെ നീളത്തിലാട്ടോ അരിഞ്ഞിട്ട്. വെളുത്തുള്ളി അതേപോലെ തന്നെ. പച്ചമുളക് മാറി നമുക്ക് തക്കാളി ഇടാം. സൗണ്ട് ഇതുവരെ ആയില്ല, ക്ലിയർ ആയില്ല. ഇത് പറ്റാത്താറിന് ഞാൻ ഒന്നും അങ്ങനെ ആക്കിയൊന്നുമില്ല. അപ്പം മോൻ പാവമല്ലേ, വന്നിട്ട് അതിനൊന്നും ആക്കി കൊടുക്കുന്നില്ല. നമ്മളല്ലാതെ ആരാ നമ്മുടെ മക്കൾക്ക് ആക്കി കൊടുക്കുക. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാർക്കും കൂടെ ഞാൻ കാണിച്ചു വന്ന് ഇടാം. ഞാൻ എന്തുണ്ടാക്കിയാലും എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി നമുക്കൊന്നിച്ച് ഉണ്ടാക്കാൻ നോക്കും. ഞങ്ങൾ രാവിലെ മരുന്നിന് പോയേ, ഇത് കൊണ്ടേ കാണിക്കുന്നത്. മരുന്നിന് പോയിട്ട് വന്നപ്പോൾ മേടിച്ചൊന്ന് വന്നു. പേരാവതി ചേരിക്കുന്ന് സുലൈമാൻ ചേട്ടൻ ആരെയും മേടിച്ചൊന്ന് വന്നു. അവിടെ നിന്ന് 1 കിലോ ബീഫും മേടിച്ചുകൊണ്ട് വന്ന് കറി വെക്കാൻ നോക്കും. നന്നായിട്ട് വാടട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കേട്ടോ. ഉള്ളിയും തക്കാളിയും എല്ലാം വാടിയേ. നമുക്ക് അതിലേക്ക് കുറച്ച് ഇടിച്ച മുളക് ഇടാമേ. ഇത് ഓപ്ഷനാണ് കേട്ടോ, വേണ്ടുന്നവർക്ക് ഇട്ടാൽ മതിയേ. അതുപോലെ ഒന്ന് മൂത്തോട്ടെ. അതുകൂടെ മൂത്ത് ചെയ്യുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം.
തീ ലേശം കൂട്ടി വെക്കട്ടെ. ഇനി ഇത് ബീഫ് മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി കേട്ടോ, ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിക്കാം. മോനും അമ്മയ്ക്കും ഉള്ളത് വായിക്കും. എനിക്കും മമ്മിക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണം. എനിക്ക് പനി പിടിച്ചൊന്നും വായിക്കുന്ന ഒരു രുചി അറിയത്തില്ല. എൻ്റെ കൂട്ടുകാർക്ക് നാളെ ഞാനൊരു ഇത് കാണിച്ചു കേട്ടോ. പനി പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് വായിക്ക് രുചിയൊക്കെ ആവാൻ വേണ്ടി ഒരു ഇതുണ്ടാക്കുന്നില്ല ഞാൻ കാണിച്ചത്. ഞാനിപ്പോൾ അങ്ങനെ കൂട്ടുന്നു. ഇപ്പം പനി പിടിച്ചായിരുന്നു കുഞ്ഞിൻ്റെ രുചിയൊന്നും അറിയത്തില്ലല്ലോ. തീ ലേശം കുറയ്ക്കട്ടെ. വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ ഇറച്ചി ബീഫിൻ്റെ നെയ്യുണ്ടല്ലോ, കുറച്ച് ഒഴിക്കണം. അതൊന്ന് സെറ്റാവട്ടെ. തീ കൂട്ടി വെക്കാം. മസാല അതിൽ കിടന്നൊന്ന് സെറ്റാവട്ടെ കേട്ടോ, എന്നാലും ടേസ്റ്റ് കൂടും. ഇതൊഴിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. നമ്മുടെ മസാലയും ബീഫിൻ്റെ ഇതും കൂടി ആകുമ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കുഴമ്പനാവുമ്പോൾ നമുക്ക് ബീഫ് ഇടാം. അപ്പം നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞിട്ടോ, നമുക്ക് ബീഫ് ഇടാം. എല്ലാവരും ഓർക്കും നോമ്പ് കാലത്ത് ബീഫും വേവിച്ച് തിന്നില്ല, എന്ത് ക്രിസ്ത്യാനിയാണല്ലേ. ഒന്നുമില്ല കേട്ടോ, ഞാൻ എൻ്റെ മോന് വേണ്ടി മേടിച്ചത്. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഇറച്ചി മേടിക്കലൊക്കെ കുറവാണ്. ഞാനങ്ങനെ പൊതുവേ അങ്ങനെ മോൻ വന്നിട്ടൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ. അവർക്ക് നമ്മൾ ഹോസ്പിറ്റലല്ലായിരുന്നു, 2-3 ദിവസം മുമ്പല്ലേ വന്നത്, അതുകൊണ്ടാണ്. ഇനി ഇതിൽ കിടന്ന് സെറ്റാവട്ടെ. നല്ല എല്ലാം ഒന്ന് ക്ലിയർ ആട്ടെ. നമുക്കൊന്ന് മൂടി വെക്കാം. ഇത് കിടന്ന് സെറ്റാവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാമേ. ചൂടാടോ അടുപ്പിൽ കൈവലി നല്ല സെറ്റായി കേട്ടോ. നല്ല കുറുകി നല്ല കുറുകില്ല, നിങ്ങൾ കാണുന്നില്ലേ, ആർക്കോ വേണ്ടി തിളയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല കുറുകായി എഴുതുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ ഓപ്ഷനാട്ടോ, ഇടുന്നവർക്ക് ഇടുക. ഇവിടെ ഇച്ചിരി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇച്ചിരി എരിവൊക്കെ വേണ്ടവരാണ്. പിന്നെ ലാസ്റ്റ് വാങ്ങാറാകുമ്പോൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. എന്നാലാണ് നമ്മുടെ കറീൻ്റെ ഗുമെന്ന് വരുമല്ലോ. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. അടിപൊളി കറിയായ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇച്ചിരി കൂട്ടി കാണിക്കല്ലേ, നിങ്ങളെ കാണിച്ചു തരാം. മല്ലിച്ചപ്പൊന്നുമില്ല കേട്ടോ, സാധാ രീതി കറി വെക്കുന്നത്. വലിയ മോഡൽ ഒന്നും ആയിട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല, സാധാ രീതിയിലുള്ള കറിയാട്ടോ വെച്ച്. ഇനി കാണിച്ചു തരാം. അപ്പം ഞാൻ കറിയും കൂട്ടില്ല, പനിയായതുകൊണ്ട്. എന്നാലും എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി മാത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാകത്തിനുള്ള എരിവ്,
ഇത്രേ എടുത്തുള്ളൂ, ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ കൂട്ടുന്നൊന്നുമില്ല അധികം. അപ്പം എനിക്ക് പനി ന്യൂമോണിയൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ഒന്നുമില്ല. അപ്പം എല്ലാവരും ഇതേപോലെ വെച്ചുണ്ടാക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം എൻ്റെ കൂട്ടുകാർ ഇതേപോലെ വെച്ച് കറിയൊക്കെ കൂട്ടിയിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. പ്രത്യേകം കൂടുതൽ ടേസ്റ്റ് വരുന്നത് എൻ്റെ കൂട്ടുകാരും കൂടെ വന്നപ്പം നമ്മൾ ഒന്നിച്ചല്ലേ വെച്ചേ, അപ്പോൾ അതിന് പ്രത്യേകം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ താങ്ക് യു. വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും വരാം. ബായ്.